ഞാൻ ദീപായസ് പണിക്കർ. ഇന്ന് കറണ്ട് കളഞ്ഞിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് പിന്നെയും വന്നത്. ഡ്രാമയ്ക്ക് വേണ്ടിയാണ്. അതുപോലെ തന്നെ എനിക്കെല്ലാം അറിയാം, എൻ്റെ വീട്ടിൽ തന്നെയാണിത്. എൻ്റെ വീട് തന്നെയാണെന്ന് എല്ലാവർക്കും കണ്ടാൽ തന്നെ അറിയാം. പിന്നെ ഇവന്മാർ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്മോക്കും കാർബൺ മോണോക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും എല്ലാം കൂടെ എന്നിട്ട് ഈ ചില ചിമ്മിനിക്കകത്തെ പോലത്തെ മണമാണ് വരുന്നത്. ഭയങ്കര കരിഞ്ഞ മണമോ എന്തൊക്കെയോ ഇങ്ങനെ അടിക്കുകയാണ്. എന്നിട്ട് പിന്നെ നമ്മുടെ തലയിലോട്ട് സൗണ്ട് വെച്ച് അടിച്ച് നമ്മളെ കൊല്ലാൻ നോക്കുന്ന ഇവന്മാർ. ഈ സദാനന്ദ മന്ദിരത്തിലെ അവന്മാരാണ് ഇത് ഇങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ആരാണ്ട് ഇവിടെ കയറ്റി വെച്ചിട്ടുണ്ട്. ഇവിടെ അടുത്ത് ഇവരുടെ സദാനന്ദ മന്ദിരത്തിലോ അവിടെ ഇവിടെ കയറ്റി വെച്ചിട്ടുണ്ട്. ഗുരുമന്ദിരത്തിലും ഒക്കെ ഉണ്ട് കുറേ എണ്ണങ്ങൾ. ഗുരുമന്ദിരത്തിൽ ഒരു പത്മജൻ എന്ന് പറയുന്നവനുണ്ട്. അങ്ങനെ കുറേ അവന്മാരെ അവിടെ ഇവിടെയെല്ലാം കയറ്റി വെച്ചുകൊണ്ടാണ് ഡ്രാമകൾ. ഇവിടെ പത്മജനെ ഒന്നും ഞങ്ങൾ കയറ്റത്തില്ല. ഇവിടെ ഒന്നും ഞങ്ങളുടെ ആരുമല്ല പത്മജനും പത്മജനും ഒന്നും. ഇവരൊക്കെ അവിടെ എവിടെയും കയറി ഇരുന്നുകൊണ്ട് വലിയ ശല്യമാണ്. ഇവിടെ കറണ്ട് കളഞ്ഞിട്ട് ഡ്രാമയായിരുന്നു ഇവരെ നമ്മളിങ്ങനെ പറഞ്ഞ് കൊട്ടാരക്കര നടന്ന സംഭവം. അപ്പോഴത്തേനും അതൊക്കെ കറണ്ടിങ്ങി വന്ന് അതുപോലെ നമ്മുടെ നടുവിനോട്ടിങ്ങനെ അടിക്കുവാണ്. നമ്മുടെ ഇടത് ഹിപ്പിങ്ങനെ ശരിയാക്കാനായിട്ട് അങ്ങ് അടി തുടങ്ങിയിട്ടുണ്ട്. ഒരു ജോലിയിൽ ഇവന്മാർക്ക് ക്രിമിനൽ ആക്ടിവിറ്റിയായിട്ട് അങ്ങനെ ഇരിക്കുക, എങ്ങനെയെങ്കിലും നമ്മളെ വകവരുത്തണമെന്നുള്ള രീതിയിൽ എങ്ങനെ നമ്മുടെ വസ്തുക്കൾ പിടിച്ചു പറിക്കാൻ നോക്കുക. പരമാവധി ഇതാണ് എൻ്റെ അച്ഛന് കിട്ടിയ ഷെയറാണിത്. 1983 കിട്ടിയതാണ്. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് 2018 എനിക്കാണ് കിട്ടിയത് ഇത്. പിന്നെ പ്രീതായസ് പണിക്കറിനൊക്കെ ഇതിലും കൂടുതൽ കൊടുത്തിട്ടുള്ളതാണ്. അവൾക്ക് ഇതിലോട്ടൊന്നും കയറി കൈ കടത്തേണ്ട യാതൊരു കാര്യമില്ല. കൈ കടത്തി അവൾ ജയിലിൽ പോയി കിടക്കുകയും ചെയ്യും. അതിനുള്ള പ്രതിവിധി എനിക്കറിയാം. അവളെ ജയിലിടാനുള്ള പ്രതിവിധി ഞാൻ ഇതാക്കുകയും ചെയ്യും. അവളൊന്നും ഇവിടോട്ട് കയറി കൈ കടത്തേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇത് എൻ്റെ അമ്മയ്ക്ക് ഇവിടെ താമസിക്കാനല്ലാതെ വേറൊന്നിനുള്ള അവകാശമില്ല. എഴുതി കൊടുക്കാനും പിടിക്കാനും ഉള്ള അവകാശമൊന്നും എൻ്റെ അമ്മയ്ക്കില്ല. ഇവിടെ താമസിക്കാൻ മരണം വരെയും താമസിക്കുക എന്നുള്ളതേ ഉള്ളൂ. നമ്മളിങ്ങനെ പല രീതിയിൽ അപായപ്പെടുത്താനായിട്ട് ഇങ്ങനെ നടക്കുകയാണ് കുറേ എണ്ണം. പ്രത്യേകിച്ച് സദാനന്ദ മന്ദിരത്തിലെ അമ്മമാരും സുബ്രഹ്മണ്യനുമാണ്. നമ്മുടെ എല്ലാ തെളിവും ഉണ്ട് അതിനുള്ളത്. ഇവന്മാർ നമ്മളെ ചീത്ത വിളിക്കുന്നതും തുപ്പുന്നതും അങ്ങനെ ഭയങ്കര ഭയങ്കര നാർസിസിസ്റ്റിക് ബിഹേവിയറും സൈക്കോപാത്തുകളുടെയും കൂട്ട് ബിഹേവിയറൽ പ്രോബ്ലമാണ് ഇവന്മാർക്ക്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്രമേലാണ് ഇവന്മാരുടെ പ്രോബ്ലം. ഇവന്മാർക്ക് ബിഹേവിയറൽ പ്രോബ്ലം ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് പോലും അറിയാത്ത തേർഡ് റേറ്റ്സ് ആണ്. എങ്ങനെ ബിഹേവ് ചെയ്യണം, എന്താണ് ലോസ്, എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത്, എന്താണ് മൗലിക അവകാശം എന്ന് പോലും അറിയാത്ത ബാസ്റ്റേഴ്സ് ആൻഡ് തേർഡ് റേറ്റ്സ് ആണ് ഇവന്മാർ. പക്ക ക്രിമിനൽസ്. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുക, മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെട്ട് നടക്കുന്ന ഇതാണ് മെയിൻ സ്വഭാവന്മാരുടെ. വെറും കള്ളജാതി.